ചേച്ചി ഈ ബിഗ് ബോസിനുള്ളിൽ പാർഷ്വാലിറ്റി എന്നൊരു സാധനം ഉള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? കാരണം അതും ഒരുപാട് കമന്റ്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ചോദിക്കുന്നത് മൊത്തം ജനങ്ങളുടെ ചോദ്യങ്ങളാണ് കേട്ടോ. കാരണം ഒരുപാട് തവണ പുറത്താവേണ്ടിയിരുന്ന ആളുകൾ ഇപ്പോഴും പുറത്താകുന്നില്ല, അവരെ എപ്പോഴും സംരക്ഷിക്കുന്നു ബിഗ് ബോസ് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ചേച്ചിക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത്തരത്തിലൊരു പാർഷ്വാലിറ്റി അതിനകത്ത് ആ റിയാലിറ്റി ഷോയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും നിമിഷം? എനിക്ക് അതിനകത്ത് നിന്നപ്പോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പുറത്തെത്തിയപ്പം തോന്നി എന്നുള്ളതല്ല, നമ്മൾ ഫുൾ ഇങ്ങനെ കാണുമ്പോഴും പിന്നെ ഈ പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ കേൾക്കുമ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് എനിക്കിപ്പം കറക്റ്റായിട്ട് അത് പറയാൻ പറ്റില്ല. പക്ഷെ അകത്ത് നിന്നപ്പോൾ എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. അകത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പോലും ഇറങ്ങിയത് എനിക്കറിയാം, എനിക്ക് ആ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാതിരുന്നത് കൊണ്ട് എനിക്ക് വോട്ട് കുറഞ്ഞു. ഞാനെന്ന് പറയുന്ന ഒരാൾ ആ ഒരു ഷോയിൽ പോകുമ്പം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ഇതുണ്ടാവും എന്നെ പോലെ ഒരാൾ ചെല്ലുമ്പോൾ. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് കൊടുക്കാൻ അവിടെ പറ്റിയില്ല. അപ്പോൾ എൻ്റെ വോട്ട് കുറഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതെനിക്ക് അറിയാം, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നുകൊണ്ട് അകത്ത് നിന്നപ്പോൾ എനിക്കത് തോന്നിയിട്ടില്ല. പുറത്ത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ പല എപ്പിസോഡ്സ് കാണുമ്പോഴും ജനങ്ങളുടെ ഈ അഭിപ്രായങ്ങളും ചർച്ചകളും കാണുമ്പോൾ ഇനി ഉണ്ടോ ഇല്ലേ, എനിക്കും ഇപ്പോഴും അതൊരു എന്താ പറയുക കറക്റ്റ് ഒരു ഉത്തരം അങ്ങനെയാണെന്ന് പറയാൻ എനിക്കും കൺഫ്യൂഷനാണ് ആ ഒരു കാര്യത്തിൽ. ചേച്ചി ഒരു സിബിൻ എന്നൊരു മത്സരാർത്ഥി ചേച്ചിക്ക് അറിയാമല്ലോ. അപ്പം സിബിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് വന്നത്. നമുക്ക് അതിലേക്ക് എത്താം. അതിന് മുൻപ് ആ മത്സരാർത്ഥിയെ പുറത്താക്കിയതിനോട് ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? കാരണം ആ മത്സരാർത്ഥിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് പുറത്ത് പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചോദ്യം ചേച്ചിയോട് ഇപ്പോൾ ചോദിക്കുന്നത് വളരെ പ്രധാനമായിരിക്കും. ആ ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയതിനെതിരെ ചേച്ചിയുടെ ഒരു അഭിപ്രായം എന്താണ്? സിബിൻ നല്ലൊരു ഗെയിമറായിരുന്നു. ഞാൻ ഇതിന് മുന്നേ 1-2 ഇന്റർവ്യൂസ് കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞു ഇനിയിപ്പം ഗെയിം ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു രസമുണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സിബിൻ വന്നപ്പോൾ എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരാളാണ്. നന്നായിട്ട് സിബിൻ ടോട്ടലി ഗെയിമിനെ ചേഞ്ച് ചെയ്തു. സിബിൻ ആ ഒരു നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഗെയിം ടോട്ടലി ഒന്ന് മാറി നല്ല രസമായിട്ട് ആ കളി പോയായിരുന്നു. അപ്പം ഞാൻ തന്നെ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു ചിലപ്പോൾ കപ്പൊക്കെ ചിലപ്പോൾ സിബിന് തന്നെ ചിലപ്പോൾ പോവും, ജിൻഡോയും സിബിനും ഒക്കെ ആയിരിക്കും ടോപ്പ് 5 വരുന്നതെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ സിബിൻ ആ ഒരു എന്താ പറയുക ആ ഒരു മൈൻഡ് ഡൗൺ ആയിട്ട് കാണിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു സൈക്കോ തെറാപ്പിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് എപ്പിസോഡ്സ് കണ്ടത്. അന്ന് ആ സമയത്ത് ലാലേട്ടൻ വന്ന് സിബിനെ ഭയങ്കരമായിട്ട് എന്താ കുറ്റപ്പെടുത്തിയൊക്കെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സിബിൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി അങ്ങ്. അത് കഴിഞ്ഞ് സിബിൻ കാണിച്ച കുറേ കാര്യങ്ങളുണ്ട്, നമ്മളെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. എനിക്ക് പുറത്തു പോകണം, ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിച്ചു പറഞ്ഞു, എൻ്റെ ചെവിയിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു, എന്തോ പറയുന്ന പോലെ തോന്നുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട് അതൊക്കെ. അപ്പം അത്രയും ഇത് ആയി പോണം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും പ്രശ്നങ്ങൾ സിബിൻ തന്നെയാണ് അതവിടെ ഇതായിട്ട്. സിബിൻ പക്ഷെ അവിടെ ബോൾഡായിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ ഒരു ഇൻ്റർവ്യൂ കുറച്ച് ദിവസം മുന്നേ കൊടുത്തപ്പോഴും സിബിൻ അപ്പം ഇത്രയും പ്രശ്നം പുറത്തേക്കത് ഇത്രയും ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് പക്ഷേ ഇതുവരെ പബ്ലിഷ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ എന്നോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സിബിൻ പുറത്തെ ജനങ്ങളുടെ സപ്പോർട്ട് മനസ്സിലാക്കി സിബിൻ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഡൗണായി നിൽക്കുന്ന മാറി സിബിൻ ഒന്ന് സ്ട്രോങ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു. പക്ഷെ സിബിൻ അപ്പോഴും പറയുന്നുണ്ട് സിബിൻ അല്ല അവിടുന്ന് പോകണമെന്ന് പറഞ്ഞ ഒരാളല്ല സിബിനെ പുറത്താക്കിയത്. അപ്പൊ അതൊരു പ്ലാനിങ് ആയിരുന്നു എന്നാണോ? പുറത്തിറങ്ങിയിട്ടല്ലേ സിബിൻ അത് പറഞ്ഞേ? ഞാൻ ഉള്ളിൽ സിബിൻ കാണിച്ച ആ ഒരു എന്താ പറയാ മൈൻഡ് ഡൗൺ ആയിട്ട് സിബിൻ കാണിച്ച കുറച്ച് വിഷമാവസ്ഥകളുണ്ട് സിബിൻ കടന്നുപോയ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് അറിയില്ല. നമ്മൾ ഈ കാണുന്ന ചിലപ്പം കുറച്ച് മാത്രമേ കാണാം, അതിലും കൂടുതൽ സിബിൻ അവിടെ വിഷമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് എന്ന ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിൽ ഒരാൾ വന്ന് നമ്മുടെ ചെവിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, തലയ്ക്കകത്തിരുന്ന് ആരോ പറയുന്നു, ഈ രീതിയിലൊക്കെ പറയുന്ന വ്യക്തികളെ പിന്നെ അവിടെ നമ്മൾക്ക് ഗെയിമിൽ വെച്ചുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അത് പോട്ടേന്ന് നിസ്സാരമായി വിട്ടിട്ട് പിന്നെയും ഗെയിമിൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലും വലിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവരെ തന്നെ ഈ ഗെയിമിന്റെ എന്താ പറയാ ബിഗ് ബോസിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സിബിനെ പുറത്ത് അവർ വിട്ടതെന്നുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞു. അതാണ് എനിക്കും അത് സത്യം പറഞ്ഞാൽ സിബിൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് സിബിൻ വരാൻ ആഗ്രഹിച്ചില്ല, അവർ പറഞ്ഞു വിട്ടതാണെന്ന് സിബിൻ പറയുന്നു. പക്ഷെ നമ്മൾ ലൈവിൽ കണ്ടത് സിബിൻ പോണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മൈക്കൊക്കെ ഊരി മാറ്റിയിട്ടൊക്കെ വന്ന് ഇന്ന് മാറിയ മൂലയിലൊക്കെ പോയിരുന്നും പുറത്തിറങ്ങിയ ഇറങ്ങുന്ന എൻട്രൻസിലൊക്കെ വന്നിരുന്ന വിഷമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്.